ഇന്ന് നടന്ന, അതായത് പബ്ലിക് എക്സാമായ മാർച്ച് 21, 2025 +2 ഇക്കണോമിക്സ് എക്സാമിൻ്റെ 25ാമത്തെ ചോദ്യമാണ്. ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം പൂർത്തിയാക്കുക എന്നതാണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് 4 വാങ്ങാവുന്ന ഈസി ക്വസ്റ്റ്യൻ ആണ്. എനിവേ എല്ലാവരും എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. 4 മാർക്കും കിട്ടട്ടെ. ആൻസറിലോട്ട് പോയാൽ 2 മേഖലകളുണ്ട്. ഗാർഹിക മേഖല അഥവാ കുടുംബം അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സ് എന്ന് പറയും. ഉൽപ്പാദന മേഖല അഥവാ ഫേംസ്. അപ്പോൾ ഈ ഗാർഹിക മേഖല അഥവാ കുടുംബം ഉൽപ്പാദന മേഖലയിലോട്ട് ഘടക സേവനങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ നൽകുന്നു. അതിന് ബദലായിട്ട്, അതിന് തിരിച്ച് ഘടക പ്രതിഫലമായിട്ട് ഉൽപ്പാദന മേഖല ഗാർഹിക മേഖലയ്ക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് സെക്ടറിന് ഘടക പ്രതിഫലമായ ഭൂമിക്ക് എന്ത് കൊടുക്കും? പാട്ടം കൊടുക്കും. തൊഴിലിന് കൂലി കൊടുക്കും. മൂലധനത്തിന് പലിശ കൊടുക്കും. സംഘാടകന് ലാഭവും കിട്ടും. അങ്ങനെയാണ് ഉൽപ്പാദന മേഖല അങ്ങോട്ടും ഗാർഹിക മേഖല ഇങ്ങോട്ടും കൊടുക്കുന്നത്. ദെൻ കൂടാതെ ഈ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, അതായത് ഈ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദന മേഖല ഗാർഹിക മേഖലയിലേക്കായിരിക്കും കൊടുക്കുന്നത്. തിരിച്ച് വീണ്ടും സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ചിലവായിട്ട് ഗാർഹിക മേഖല അഥവാ കുടുംബം തിരിച്ച് ഉൽപ്പാദന മേഖലയിലോട്ട് കൊടുക്കും. അങ്ങനെ സൈക്ലിക്കലായിട്ട് ഈ 2 സെക്ടർ മോഡൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ആൻസർ. 4 മാർക്ക് സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ.